ഹായ് ഫ്രണ്ട്സ്, ഞാൻ അവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ ബേക്കിംഗ് സോഡ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഒരു 2 സ്പൂണോളം വിനാഗിരി കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പം ഞാനിത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുൽത്തൈലമാണ്. അപ്പം പുൽത്തൈലമൊക്കെ എല്ലാവരും വീടുകളിൽ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്സ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തുടച്ച് കൊടുത്താൽ മതി. കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയായി കിടക്കും. അതുപോലെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഈച്ച ഉറുമ്പ് ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ആക്കി കൊടുത്തിട്ടും തുടച്ച് വിട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും ഗ്യാസ് സ്റ്റവും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ച് വിടാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.